നമസ്കാരം. നമ്മുടെ കേരളത്തിലെ മലയോര മേഖലകൾ എന്ന് പറയുന്നത് നിരന്തരം വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ കർഷക തൊഴിലാളികളാണ് കൂടുതലും അവിടെ താമസിക്കുന്നത്. അവരങ്ങനെ അവരുടെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃഷിയൊക്കെ ചെയ്തിട്ട് അവർ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്താണ് ആ കൃഷി നശിപ്പിക്കാനായിട്ട് ആനയും പന്നിയും മറ്റുമൊക്കെ കടന്നു വന്നിട്ട് അവരുടെ ആ കൃഷിയും മറ്റുമൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഗവൺമെൻറ്റിനോട് വിലപിക്കുക അല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ തോട്ടത്തിൽ വരുന്ന പന്നിയെ കൊല്ലുവാൻ പോലും അവർക്ക് അവകാശമില്ല. അതല്ല, ഇനി വരുന്ന ആനയോ പന്നിയോ മറ്റെന്തെങ്കിലും ഇവർ അതിരുവിട്ട് എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ അവർ ജയിലിൽ കിടക്കേണ്ടതായിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൃഷിയും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും സഹിക്കാം. കാരണം കൃഷി പോയി എന്ന് വെച്ചാൽ മതിയല്ലോ. പക്ഷേ ജീവൻ പോയാൽ എന്ത് ചെയ്യും? നമ്മൾ കേരളത്തിൻ്റെ 10 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 8ഓളം മനുഷ്യരെയാണ് ഈ കടുവ പിടിച്ചത്. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതേതാണ്ട് 60ഓളം പേര് വരും എന്നാണ് പറയുന്നത്. ഇനി അതിലും നീളും പിന്നീടുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു 10 വർഷത്തെ കണക്കാണ്. 10 വർഷത്തിൽ വന്യജീവി ആക്രമണത്തിൻ്റെ ഫലമായിട്ട് മരിച്ചതാണ് 60 പേര്. കടുവ മാത്രം കൊന്നത് 8 പേരെയാണ്. ഈ 10 വർഷം എന്നുള്ളത് 20 വർഷമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ മരണസംഖ്യയും അതുപോലെ തന്നെ വർദ്ധിക്കും. ഇനി ഇത് മരണത്തെക്കുറിച്ച് മാത്രമാണ്. അവരുടെ വീട് നഷ്ടപ്പെട്ടവരായിട്ടുള്ള എത്രയോ പേരുണ്ട്. അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഈ വന്യജീവികൾ കാട്ടുപോത്താകട്ടെ, പന്നിയാകട്ടെ, അതുപോലെ പുലിയാകട്ടെ, കടുവയാകട്ടെ, ആനയാകട്ടെ, എന്തു വേണ്ടുന്ന ഈ സകല സാധനവും വന്നിട്ട് മനുഷ്യനെയും അതുപോലെ തന്നെ അവൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരു തലത്തിലേക്ക് കേരളം മാറുന്നു എന്ന് കാണാം. കേരളത്തിലെ ഇതുപോലുള്ള വന്യജീവി ആക്രമണങ്ങളും കാര്യങ്ങളുമൊക്കെ അത് മാധ്യമ ശ്രദ്ധ നേടുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ അധികമായിട്ടാണ് നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ നടക്കുന്നത്. കാരണം അത് കുഗ്രാമങ്ങളിൽ നടക്കുന്ന ഈ മലയോര മേഖലകളിൽ അല്ലെങ്കിൽ ഈ നാഷണൽ പാർക്കുകളിലെ സമീപത്തായിട്ടുള്ള ഗ്രാമങ്ങളിൽ മറ്റുമൊക്കെ ഈ വന്യജീവികളുടെ ആക്രമണം വളരെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജീവനുകൾ പൊലിയുന്നുണ്ട്. അവർക്ക് അവരുടെ സ്വത്തിന് അങ്ങനെ നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. അവരുടെ കൃഷികൾ നശിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നു. എന്നാൽ കേരളത്തിലായതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ ഇതിന് യഥാർത്ഥത്തിലുള്ളൊരു പ്രതിവിധി കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. ജീവനെടുക്കുന്ന കടുവയെ പോലും കൊല്ലുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലുവാനായിട്ട് ഓർഡർ ഇട്ടു. അതിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന സമയത്തും അതിനെ പറ്റുമെങ്കിൽ ജീവനോടെ പിടിക്കാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നരഭോജി കടുവയെ കൊന്നുകളയുക എന്നുള്ള തരത്തിൽ നീങ്ങുമ്പോഴേക്കും അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിടാനായിട്ട് വരുന്നത്. പലതരത്തിലുള്ള നിയമപരമായിരിക്കുന്ന കുരുക്കുകൾ അതിൻ്റെ മുന്നിൽ പലരും അതിനെ ചോദ്യം ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിലുണ്ടാകുന്നു, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്നു. സന്തുലിതമായ നിലയിൽ സമൂഹം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നിയമം കൂടിയേ തീരുകയുള്ളൂ. ആ നിയമങ്ങൾ ഒരിക്കലും മനുഷ്യനെതിരായിട്ട് വരാനായിട്ട് സാധിക്കില്ല. കാരണം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യനില്ലാതായി പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായിട്ട് അവനുണ്ടാക്കിയ നിയമങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ നിയമം കൊണ്ട് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കും. നമ്മൾ കാട്ടിലെ മൃഗങ്ങളെ മറ്റുമൊക്കെ സംരക്ഷിക്കണം, അത് ശരി തന്നെയാണ്. വന്യജീവികളെ സംരക്ഷിക്കണം, വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുണ്ട്, അവയെ സംരക്ഷിക്കണം എന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു കാരണവശാലും ഈ വന്യജീവികൾ മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അവയെ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും മനുഷ്യൻ്റെ ജീവനെടുക്കത്തക്ക വണ്ണം അത് ആ നിലയിൽ വളരുവാനായിട്ട് അതിനെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. അത് നമ്മൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിനെയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈവൻ ആഫ്രിക്കൻ കൺട്രീസ് പോലും ഈ കാര്യത്തിൽ നമ്മൾക്ക് മാതൃകാപരമായിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ കാടുകളിലെ വസിക്കുന്ന ആനകളാകട്ടെ മറ്റു വന്യജീവികളാകട്ടെ അതൊരു പരിധി വിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. ഈവൻ ഈ ആനയെ പോലും ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. ഒരു സ്ഥലത്തെ ഒരു കാട്ടിലെ വെജിറ്റേഷൻ നോക്കിയിട്ട് ആ വെജിറ്റേഷന് അധികമായിട്ട് ആ വെജിറ്റേഷൻ നിലനിൽക്കുന്നതിന് വെല്ലുവിളിയാകുന്ന തരത്തിൽ ആനകളുടെയും മറ്റും എണ്ണം പെരുകിക്കഴിഞ്ഞാൽ ആ രാജ്യം ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. ആ ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹണ്ടേഴ്സിന്, അത് പുറത്തുനിന്നുള്ള ഹണ്ടേഴ്സിനെ അവർ വെൽക്കം ചെയ്തിട്ട് അതൊരു ടൂറിസത്തിൻ്റെ ഭാഗം എന്നോണം തന്നെയാണ് നടന്നു പോകുന്നത്. അതിനു വേണ്ടിയിട്ട് വലിയ തുക കെട്ടിവെച്ചിട്ട് ഈ ഒരു ഹണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വലിയൊരു തുക കെട്ടിവെച്ചിട്ട് ഇന്ന ഏരിയയിൽ ഒരാനയെങ്കിൽ ഒരാന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയാണെങ്കിൽ ആ ജീവി അത് ഇത്ര കണക്കുണ്ടാവും, അത്ര മാത്രമേ ഹണ്ട് ചെയ്യാനായിട്ട് പെർമിഷൻ ഉണ്ടാകുള്ളൂ. അപ്പോൾ അങ്ങനെ ഹണ്ടിങ് അനുവദിക്കുന്നതായിരിക്കുന്ന രാജ്യങ്ങൾ ഈ ആഫ്രിക്കയിലുണ്ട്. ആഫ്രിക്കയിൽ നമുക്ക് അതിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് പല വ്ളോഗേഴ്സും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും.
മാത്രമല്ല ഈ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂറോപ്പിലും ഇതേ സ്ഥിതി നമുക്ക് കാണാം. യൂറോപ്യന്മാരെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ വലിയ വന്യജീവി സംരക്ഷകരും വന്യജീവികളെ സ്നേഹിക്കുന്നവരൊക്കെയാണ്. ആ കാര്യത്തിൽ അവർ നമുക്ക് മാതൃക തന്നെയാണ്. അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികളും മറ്റുമൊക്കെ നമുക്ക് അനുകരിക്കാവുന്നതാണ്. അപ്പോൾ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പരിധി വിട്ട് ഒരു മൃഗം അവിടെ പെരുകിയാൽ അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം എന്ത് ചെയ്യും, അവരോട് ചെയ്യും. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ജീവനെ അപഹരിക്കത്തക്ക വണ്ണം അത് വളർന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും, കൊന്നുകളയും എന്നുള്ളതാണ്. അതിപ്പോൾ ആനയായാലും പുലിയായാലും കടുവയായാലും സിംഹമായാലും എന്താണെന്ന് പറഞ്ഞാലും അതൊരു മനുഷ്യൻ്റെ ജീവനെ എടുക്കത്തക്ക വണ്ണം മനുഷ്യൻ്റെ ജീവന് ഭീഷണിയായി കഴിഞ്ഞാൽ, അവൻ്റെ സ്വത്തിന് ഭീഷണിയായി കഴിഞ്ഞാൽ അതിനെ കൊന്നുകളയാനുള്ള നിയമം അവിടെ ഉണ്ട് എന്ന് കാണാൻ കഴിയും. നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെയും തൊടാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ കർഷകൻ്റെ മലയോര പ്രദേശത്ത് ജീവിക്കുന്ന കർഷകൻ്റെ തോട്ടത്തിലേക്ക് വരുന്നൊരു പന്നിയെപ്പോലും അവന് പ്രതിരോധിക്കാനായിട്ട് സാധിക്കില്ല. അതിൽ നിന്ന് ആ തോട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും ട്രാപ്പ് ഒരുക്കിയാൽ തന്നെ ആ പന്നിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികൾ അതിൽ വീണ് ചത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഈ കർഷകൻ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ആ മലയോര മേഖലയിലെ ജനം കടന്നു പോകുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ സ്ത്രീകൾ, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പോൾ അതിലെ ഒരു സ്ത്രീയാണ് ഈ പ്രാവശ്യം നമുക്കറിയാം അങ്ങനെ അതിക്രൂരമായിട്ട് കടുവ അങ്ങനെ കൊന്നുകളഞ്ഞു എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ഇപ്പോൾ 8 പേരായി കടുവ തന്നെ പിടിച്ചത്. കഴിഞ്ഞൊരു 10 വർഷത്തിൽ 8 പേരെ പിടിച്ചു. അപ്പോൾ ഇനിയും ഇതെന്ത് ചെയ്യും, ഇത് തുടർക്കഥ പോലെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും ഇതിനെ നമ്മൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ 8 എന്നുള്ളത് 10 ആകാം, അതിന് മേലും ആകാം. ഇന്നിപ്പോൾ നാളെ വേറെ ആരെങ്കിലും ഒക്കെ ആകാം അതിൻ്റെ ഇരകളെന്ന് പറയുന്നത്. അപ്പോൾ കടുവേനെ നമുക്കറിയാം, കടുവയും പുലികളുമൊക്കെ പലയിടങ്ങളിലായിട്ട് മലയോര മേഖലകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളൊരു പഠനം നടത്തിയിട്ട് ഇവയുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കണം. ഇനി നരഭോജികളായിട്ട് മാറുന്ന കടുവകളെ കൊല്ലുവാനായിട്ട് ഉള്ള നിയമം, ശക്തമായിരിക്കുന്ന നിയമം ഉണ്ടാകണം. അത് കടുവകൾ മാത്രമല്ല, മറ്റ് വന്യജീവികളും മനുഷ്യനും അവൻ്റെ സ്വത്തിനും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവയെ ഇല്ലാതാക്കാൻ, അവയെ കൊല്ലുവാനുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മളുടെ നിയമങ്ങൾ മനുഷ്യനെ സംരക്ഷിക്കുന്ന നിലയിൽ വളരുകയും. അപ്പോൾ ഈ സംവിധാനത്തിന് എന്തുണ്ടാകണം, മാറ്റം ഉണ്ടാകണം. നമ്മൾ കുറേ കൂടിയൊക്കെ എന്താണ് ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഇതിനെ പലരും കാണുന്നതെന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടാണ്. ഇതിനെ പല ജീവികളുടെയും, ഇപ്പോൾ ആനയുടെയും അതുപോലെ തന്നെ കടുവകളുടെയും ഒക്കെ ഫാൻസായിട്ട് ആൾക്കാർ മാറിക്കൊണ്ട് ഇതിനെതിരായിട്ട് സംസാരിക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് വിമർശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ മാനസിക നില എത്രമാത്രം പക്വതയുള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് സ്വന്തം വർഗത്തിൽപ്പെട്ട ആൾക്കാർ അത് മനുഷ്യനെ സ്നേഹിക്കാതെ ഞങ്ങൾ മൃഗസ്നേഹികളാണ്, ഞങ്ങൾ ആനസ്നേഹികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കടുവാ സ്നേഹികളാണ്, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ സ്നേഹികളാണെന്ന് പറയുമ്പോൾ അവരിലെ കപടത നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം മനുഷ്യനെ സ്നേഹിക്കാതെ എങ്ങനെയാണ് അവർക്കിങ്ങനെ മൃഗങ്ങളെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത്? പിന്നെ മാത്രമല്ല, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ കടുവ കൊന്നവരുടെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്, ആന കൊന്നവരുടെ കണക്കുണ്ട്, അത് മറ്റ് വന്യജീവികളെല്ലാം കൂടി കൊന്നവരുടെ കണക്കുണ്ട്. പക്ഷേ നമ്മൾ നോക്കിയേ, നായ്ക്കൾ കൊന്നവരുടെ കണക്ക് നമ്മളൊന്നെടുത്ത് നോക്കിയേ. നായ്ക്കൾ ഇന്ന് നമ്മളിപ്പോൾ കടുവ വലിയൊരു വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കടുവ ഒരാളെ കൊല്ലുമ്പോൾ അത് വലിയ വാർത്തയാകുകയും, എന്നാൽ നേരെ മറിച്ച് ഒരു നായ കടിച്ചിട്ട് ആ കടിയുടെ ഫലമായിട്ട് അയാൾക്ക് പേവിഷബാധ ഏറ്റിട്ട് ആ വ്യക്തി 1-2 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കകം ആശുപത്രി കിടക്കയിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ശ്രദ്ധയില്ലാതെ പോവുകയും ചെയ്യുന്നു. നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു 10 വർഷത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പേവിഷബാധ മൂലം മരിച്ചവരുടെ എണ്ണം എത്രയാണെന്ന് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ കടുവ 10 വർഷം കൊണ്ട് 8 പേരെ കേരളത്തിൽ കൊന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നായ്ക്കൾ കടിച്ച അല്ലെങ്കിൽ പട്ടി കടിച്ചതിൻ്റെ പേരിൽ പേവിഷബാധ മൂലം മരിച്ചവരുടെ എണ്ണം നമ്മൾ കേരളത്തിൽ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി, നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ ഒരു കടുവ കൊല്ലുന്നതിനേക്കാളും ഈ പറഞ്ഞ ആന കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ കൊല്ലുന്നത് നായ്ക്കളാണ്. നായ്ക്കൾ കൊല്ലുന്നത് പലതരത്തിലാണ്. നമ്മൾ റോഡ് ടാക്സും മറ്റുമൊക്കെ അടച്ചു ആണ് വാഹനം ഓടിക്കുന്നത്. രാത്രിയിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോൾ ആശുപത്രിയിൽ പോകണം, അത്യാവശ്യത്തിന് നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ 2 വീലറായിരിക്കും, ഒരു ചെറിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ 2 വീലറിലായിരിക്കും അവർക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അവരങ്ങനെ രാത്രിയിൽ അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്തായിരിക്കും ഒരു നായ കുറുകെ ചാടുന്ന ഫലമായിട്ട് അവർ പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും അവരവിടെ വീണ് പലർക്കും പരിക്കേക്കുന്നു, ചിലർ മരിക്കുന്നു. പലരും മരിച്ചുപോയ ചരിത്രമുണ്ട്, പലർക്കും അതിദാരുണമായിട്ട് പരിക്കേറ്റവരുണ്ട്. അങ്ങനെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നായ്ക്കൾ ഒരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവയെ കൊണ്ടുവന്ന് എവിടെയാണ് നായ്ക്കളെ നമ്മൾ കൂടുതലായിട്ട് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യർ കൂടുന്ന സ്ഥലങ്ങളിലാണ്, പ്രത്യേകിച്ച് ബീച്ചുകളിൽ മനുഷ്യർ എന്തിനാണ് വന്നത് വെച്ചാൽ അവിടെ വന്ന് എന്ത് ചെയ്യാൻ ഒരല്പം സ്വസ്ഥതയോടുകൂടി വന്നിരുന്ന് ആ ബീച്ചിൻ്റെ സൗന്ദര്യവും മറ്റുമൊക്കെ ആസ്വദിച്ച് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ടാണ്, സന്തോഷിക്കാനായിട്ടാണ് കുടുംബമായിട്ട് വരുന്നത്. കടപ്പുറത്ത് മണൽത്തിട്ടയിൽ ഇട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്, അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും അവിടെ അടുത്തേക്ക് വരുന്നത് നായ്ക്കളാണ്.
മാത്രമല്ല അവിടെ മൊത്തത്തിൽ ഇതിങ്ങനെ കടച്ച് കാണാനായിട്ട് പോകുന്നവർ എത്ര പേരാണ് നായ്ക്കളെ കടിയേറ്റിട്ടുള്ളത്. ഇവ രാത്രി ആകുമ്പോഴേക്കും ഇത് കൂടുതൽ ശൗര്യത്തോടു കൂടി ഇവ സജീവമാകുകയാണ് തെരുവുകളിൽ. അങ്ങനെ ചെല്ലുന്ന സമയത്ത്, അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ഒറ്റപ്പെട്ട് അതിൽ പെട്ടുപോകുന്നത്. കുട്ടികളോ അല്ലെങ്കിൽ പ്രായമായവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഏതാണ്ട് വേട്ടമൃഗത്തിൻ്റെ മുമ്പിൽ പെട്ടുപോയ ഇരയുടെ അവസ്ഥയായിരിക്കും ഈ പട്ടികളുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് അധികാരികൾ എന്ത് ചെയ്യണം? തങ്ങൾ വോട്ട് ചോദിക്കാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടിയിട്ട്, പൗരന്മാർക്ക് വേണ്ടിയിട്ട് നിലനിൽക്കണം എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. അധികാരികൾ ശക്തമായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വമായിട്ടുള്ള, മനുഷ്യന് ഉതകുന്ന തരത്തിലുള്ള നിയമങ്ങളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും.